കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു റയ്യാൻ എന്ന കവാടം, നോമ്പ് പിടിക്കുന്ന വ്രത അനുഷ്ഠിക്കുന്ന നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന കവാടം. ഒരു നോമ്പുകാരൻ കടന്നു കഴിഞ്ഞാൽ അടയുന്ന കവാടം. അടുത്ത നോമ്പുകാരനെ അതിൽ കയറാൻ പറ്റും. ഈ റയ്യാനടക്കമുള്ള സ്വർഗത്തിലെ 8 കവാടങ്ങളിലൂടെയും ഒരേപോലെ അള്ളാഹുവിന്റെ വിശിഷ്ടരായ മാലാഖമാർ ഒരുപോലെ വിളിക്കുന്നൊരു പേര്, അത് സിദ്ദീഖുൽ അക്ബറിൻ്റെതായിരുന്നു. എന്താണ് പ്രത്യേകത എന്നറിയോ? ഇന്നത്തെ നാളേക്ക് നീട്ടിവെച്ചില്ല എന്ന. സിദ്ദീഖുൽ അക്ബറിന്റെ ജീവിതത്തിന്റെ 1-ാം ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെ തരാം, അത് തരാട്ടോ, ഞാൻ അയച്ചേക്കാട്ടോ, ഈ പ്രാവശ്യം ഇച്ചിരി ടൈറ്റാ, പിന്നെ ആവട്ടെ എന്ന് വയ്ക്കാത്തൊരാളായി എന്നതാണ് 8 കവാടം. വേറെയും സഹാബിമാരുണ്ടായില്ലോ. അബൂബക്കർ സിദ്ദീഖ് അടക്കം സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായില്ലോ. അവരൊക്കെ മോശക്കാരാണ് അല്ലല്ലോ. പക്ഷേ ഈ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? തബൂക്ക് യുദ്ധവേളയിൽ അള്ളാഹുവിന്റെ റസൂൽ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം കൃത്യമായി ജോലിക്ക് പോകാൻ പോലും പറ്റാത്തത്ര കഠിനമായ ചൂടാണ് പുറത്തേക്ക്. അന്ന് കച്ചവടം ചെയ്യാൻ ഷാമിലേക്കും ബസറയിലേക്കും കൂഫയിലേക്കും പോകണം. എല്ലാവരും വീട്ടിൽ ഒതുങ്ങുന്ന സമയം, തണലുകൾ തേടിപ്പോകുന്ന സമയം, തെളിനീര് ആഗ്രഹിക്കുന്ന സമയം. ആ സമയത്താണ് തബൂക്കിലേക്ക് പോകേണ്ടത്. 1 ലക്ഷത്തോളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടണം. അങ്ങനെ 30,000 സൈന്യവുമായി അള്ളാഹുവിന്റെ റസൂൽ പോകുന്നുണ്ട്. ആ സമയത്താണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നിങ്ങളുടെ പക്കൽ എന്താണ് ഈ സരളിതമായ മാർഗത്തിലേക്ക് തരാൻ നിങ്ങളുടെ കൈവശമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നാളത്തേക്ക് വെക്കാത്ത ഒരേ ഒരാളായി അവിടെ കണ്ടത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. ഉമർ ഫാറൂഖ് എന്താ വിചാരിച്ചത്? ഈ പ്രാവശ്യം എന്തായാലും അബൂബക്കറിനെ മുൻകടക്കാൻ സാധിക്കുമെന്നാണ്. പരമാവധി സംഘടിപ്പിച്ചു. അവിടെയും ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തു, എല്ലാം സമ്മേളിപ്പിച്ചു, കിഴികളിലാക്കി, കൊട്ടയിലാക്കി, വട്ടിയിലാക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നോക്കുമ്പോൾ അവിടെ അബൂബക്കറിനോട് ആദ്യത്തെ ചോദ്യം, അബൂബക്കറെ എന്താണ് ഇനി ഉള്ളത് വീട്ടിൽ? അപ്പോൾ ലോകത്ത് ഇന്ന് വരെ കേൾക്കാത്ത മധുരോദാരമായൊരു മറുപടി ഉണ്ട്. നമ്മളൊക്കെ വെറും കേട്ടുപോകാനല്ല, മനസ്സിൽ അടിവരായിട്ട് കുറിച്ചു വെക്കണം. അള്ളാഹും അവന്റെ റസൂലും മാത്രമാണ് ഇനി എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളത് എന്നാണ്. വളരെ ആവേശത്തിൽ നിന്ന് ഉമർ ആത്മകഥം പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരിക്കലും ഈ മനുഷ്യരെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിൽ എൻ്റെ ദുഷിച്ച സ്വഭാവങ്ങളെ തോൽപ്പിച്ചവനാണ് ഞാൻ. ഒരുപാട് പ്രദേശങ്ങളിൽ അരാജകത്വവാദിയായി നടന്നവനാണ് ഞാൻ. എതിരെ വരുന്നവന്റെ ഭാര്യയെ വരെ ഉപദ്രവിച്ചവനാണ് ഞാൻ. എനിക്ക് ഗുണ്ടാപ്പിരിവ് തരാത്ത ആളുടെ വിരലുകൾ അത് ഛേദിച്ച് മാലയാക്കിയിട്ട ദുഷ്ടരിൽ ദുഷ്ടനായി മക്കയിലെയും മദീനയിലും ഒക്കെ കുട്ടികളെ ഉറക്കാൻ വേണ്ടി ഉമ്മമാർ പേടിപ്പിക്കുന്ന ഒരു പദം ദാ ഉമർ വരുന്നുണ്ട് എന്ന. അത്രമാത്രം വീരപുരുഷനായ ഉമർ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ അബൂബക്കറെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന. ഇത് നമ്മുടെ ജീവിതത്തെ